ഹായ് ഫ്രണ്ട്സ്, ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നിച്ചിരി താമസിച്ചു പോയി കേട്ടോ. എഡിറ്റ് ചെയ്തെല്ലാം വീഡിയോ വെച്ചു, പക്ഷെങ്കിൽ ഇൻട്രോ ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല. വൈകുന്നേരം വീഡിയോ എല്ലാം എടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ ഇൻട്രോ ചെയ്യണമല്ലോ. പിന്നെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു നല്ല സൂപ്പർ അടിപൊളി ടിപ്പാണ്. അപ്പം അത് വീഡിയോ എടുത്തു. അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു കോള് വന്നു. അപ്പോൾ അത് ഒരു ഐഫോണിൻ്റെ ഭയങ്കര ഓഫറിൻ്റെ ഒരു കോളായിരുന്നു. മൈജിന്നും വിളിച്ചു, ഓക്സിജനിന്നും വിളിച്ചു. അപ്പം ഞങ്ങൾ മൈജി പ്രിഫർ ചെയ്തു. ഓക്സിജനി വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കാളും കുറച്ചുകൂടെ ഞങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് മൈജിക്കാർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മൈജിയിലോട്ട് പോയി. അപ്പം കോട്ടയത്ത് നാമ്പടുത്ത് മൈജിയുടെ ഷോറൂമിൽ ഇവിടുന്ന് ഞങ്ങൾ എന്നിട്ട് കുറേ നേരം ആ ഒരു കോള്. അപ്പം ഐഫോൺ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് OnePlus. അപ്പോൾ ഒരു 4 വർഷമായിരുന്നു. OnePlus ആണെങ്കിൽ 3-4 പ്രാവശ്യം താഴെയും പോയി. പിന്നെ ഇത്രയും വർഷമായി യൂട്യൂബിന് വേണ്ടി നല്ല യൂസ്, ഫോണിന് ഭയങ്കര റഫ് യൂസുണ്ട്. അപ്പോൾ ഈയിടെയെല്ലാം ഹാങ്ങിങ് ആയിരുന്നു, ഭയങ്കര പ്രശ്നം, എടുക്കാനായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ പാട്. അപ്പോൾ ഞാനും ആരണം കൂടെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒന്ന് പോയി നോക്കിയാലോ എന്ന് ഓർത്തു. എന്നിട്ട് മൂത്ത മോനോടും ഹസ്ബൻഡിനോടും വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പോയി നോക്കാൻ പറഞ്ഞു. ഒരു ആലോചനയും ഇല്ലായിരുന്നു. ഒരു പുതിയ ഫോൺ വേണമെന്നുണ്ടായിരുന്നു, ഐഫോൺ വേണമെന്നുമില്ല, ഒന്നുമില്ല. ഒരു പുതിയ ഫോൺ, ഇച്ചിരി ക്ലാരിറ്റിയും, യൂട്യൂബ് വീഡിയോ എടുക്കുമ്പോൾ എങ്ങാനും ഇനി ഇത് പിക്ചർ ട്യൂബിന് പ്രശ്നം വരുന്ന പോലെ, ടി വിയുടെ പ്രശ്നം വരുന്ന പോലെ, ഡിസ്പ്ലേ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഭയങ്കര പേടിയായിരുന്നു, യൂട്യൂബ് വീഡിയോ ഇനി എങ്ങനെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ. എന്തായാലും പിന്നെ ചുമ്മാ നോക്കാൻ പോയത്. അവിടെ ചെന്നപ്പോൾ ഹസ്ബൻഡിനെയും മോനെയും വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ഐഫോൺ വാങ്ങിക്കാൻ ദൈവം ഓർക്കാപ്പുറത്ത് എന്നെ സഹായിച്ചു. അപ്പോൾ 1 ലാഖായി. അപ്പോൾ അതായത് ഐഫോൺ 16 പ്ലസ് 256 GB ഉള്ള. എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഒന്നും അറിയത്തില്ല. ആരൻ പറഞ്ഞു, കടക്കാർ പറഞ്ഞു ഒക്കെ ഏതാണ്ടൊക്കെ തലയിൽ കയറി. ഇനി ഇത് ഉപയോഗിക്കാനും അറിയത്തില്ല. ഇപ്പം ഉപയോഗിക്കുന്നത് എൻ്റെ OnePlus തന്നെ ഇന്ന് വീഡിയോ ഞാൻ ഈ ഇൻട്രോ ചെയ്യുന്നത്. ഐഫോൺ അവിടെ എല്ലാം ശരിയാക്കി ആരൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പം രാത്രിയിൽ എത്ര മണിയായെന്നറിയാമോ? 11 മണിയായി. ആരൻ ഓൺലൈൻ ക്ലാസ്സിൽ കയറിയിരിക്കുക. ഐഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ, സന്ധ്യപ്രാർത്ഥന. ഒരു കാര്യവും നടന്നില്ല. 4 മണിയായപ്പം പോയിട്ട് വന്നത് ഏതാണ്ട് ഒരു 8:15 വന്നു. 8 മണിക്ക് ലൈവിൽ കയറണ്ട. ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ ഇന്നലെ മുതൽ ലൈവിൽ കയറി കേട്ടോ. ലൈവ് ഇടുന്നുണ്ട് 8 തൊട്ട് 9:30 വരെയാണ്. അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ 8 തൊട്ട് 9:30 വരെ രാത്രിയിൽ ആ സമയത്തിനുള്ളിൽ നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ വന്നൊന്ന് കയറി സപ്പോർട്ട് ചെയ്യണേ. ഇന്നലെ നല്ല ഇതായിരുന്നു കേട്ടോ. ഇന്നും എല്ലാവരും വന്നു. അപ്പം നിങ്ങൾ ഇനിയും വരാത്തവർ ലൈവിൽ പറഞ്ഞ് രാത്രിയിൽ എല്ലാ ദിവസവും 8 തൊട്ട് 9:30 വരെ കേട്ടോ. അപ്പോൾ 4 മണിക്ക് പോയിട്ട് 8:15 വന്ന് 8-ന് ലൈവിൽ കയറാൻ പറ്റിയില്ല. 8:15 തൊട്ട് 9:15 വരെ കയറി. എന്നിട്ട് പിന്നെ ബാക്കി ഇപ്പം പിന്നെ ഒരു ഐഫോണിൽ ഒരു ഷോർട്സ് ഐഫോണിലെടുത്ത, ആദ്യമായിട്ടെടുത്ത, കടയിൽ വെച്ചെടുത്ത ഒരു ചെറിയൊരു വീഡിയോ ഷോർട്സായിട്ട് ആരാണ് അത് എഡിറ്റ് ചെയ്തിട്ടു. ഞാൻ ഇപ്പോൾ ഇൻട്രോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു, പ്രാർത്ഥനയും കഴിഞ്ഞിട്ട്. അത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പം ഞാൻ ഇന്ന് നേരത്തെ ആ ടിപ്പിൻ്റെ വീഡിയോ ചെയ്തത് നന്നായി. അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ലായിരുന്നു ഇന്ന് എന്തിടുമായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഞാൻ ഒരു അടിപൊളി ടിപ്പ് ഇടാനായിട്ട് പിന്നെ ആഗ്രഹിക്കുന്നുണ്ട്. സൂപ്പറായിരിക്കും തോന്നുന്നു. അത് ചെയ്തവരുടെ വീഡിയോ എല്ലാം കണ്ടപ്പോൾ അടിപൊളിയാന്ന് പറഞ്ഞില്ലേ? ശരിക്കും അടിപൊളിയാട്ടോ. എന്താണെന്നറിയാം, നല്ലൊരു അടിപൊളി വീഡിയോ ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ കാണാം. ഇച്ചിരി നേരമേ ഉള്ളൂ, ശകലം നേരമേ ഉള്ളൂ. അതൊന്ന് കാണണേ. അപ്പോൾ താമസിച്ച വീഡിയോ ഇടുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഈ ഇൻട്രോയും കൂടെ എല്ലാം എഡിറ്റ് ചെയ്ത് വന്ന് കാണുമ്പം ചിലപ്പം വെളുപ്പിനെ ആവും ഞാനതിട്ട് പോസ്റ്റ് ചെയ്ത് വരുമ്പം. എന്തായാലും ഉപേക്ഷ വിചാരിക്കാതെ കാണണം. പിന്നെ നല്ല അടിപൊളിയാണ്. അത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ കാര്യം പറഞ്ഞേ. ഇന്നലെ ഇട്ട ഡൈയുടെ വീഡിയോ ഞാൻ ഒരു കാര്യങ്ങളും ജെന്യുവൻ അല്ലാതെ ചെയ്യത്തില്ല, വളരെ സിൻസിയറായിട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് വളർന്നു വരാത്തത്.
സിൻസിയറായിട്ട് നിൽക്കുന്നവർക്ക് ഇച്ചിരി പാടാം. പിന്നെ നമ്മൾ ഉടായ്പ ചെയ്താണ്ടല്ലോ എന്നാ വേണേ കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് നമുക്ക് അങ്ങ് മനുഷ്യനെ വിശ്വസിപ്പിച്ച് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ല, അറിയുന്നില്ല, അല്ലേ? എനിക്ക് എന്ത് ഉടായ്പും ചെയ്ത് വേണമെങ്കിൽ എനിക്ക് റീച്ച്, പക്ഷെ എനിക്കത് ഇഷ്ടമല്ല, നിലനിൽപ്പില്ലാത്തതുകൊണ്ട് എനിക്കൊരു ഭയമോ, ഭയങ്കര ഭയം. അപ്പം ഞാൻ എന്നാ ഈ വീഡിയോ എല്ലാ ദിവസവും ഇടാത്തത് തന്നെ എനിക്കൊരു കണ്ടൻറ്റ് കിട്ടാനില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇരുന്ന് ഓരോ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടപ്പോൾ ഒരു ഡൈയുടെ വീഡിയോ നാച്ചുറലിൻ്റെ 2 പേര് ഒരേ രീതി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ഇതൊന്ന് പരീക്ഷിക്കാം, ഡൈയുടെയാണ് ഇപ്പം ഭയങ്കര റീച്ചുള്ളത്. അപ്പോൾ എന്നാൽ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എനിക്കിതാ ഒരു കുഴപ്പമില്ല. എനിക്ക് അധികം നരയില്ലാത്തതുകൊണ്ടാണോ അതോ ഇതിന് മുമ്പ് ഞാൻ ഇത് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാനൊരു വെറ്റിലയുടെയും ഇതിൻ്റെയും കൂടെ ചെയ്തായിരുന്നു, എല്ലാം കൂടെ ആയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ലതാ നല്ല എഫക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ഇഫക്റ്റീവ് ആയെങ്കിൽ പിന്നെ ഞാനത് നിങ്ങളോട് പറഞ്ഞു തരാമല്ലോ ഉറപ്പായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇൻട്രോ ചെയ്തപ്പം പറഞ്ഞത് സൂപ്പറാണ്, അടിപൊളിയാണ്. പക്ഷേ അതെനിക്ക് മിക്സ് ചെയ്യുന്ന ഞാൻ കാണിച്ചില്ല. അത് കാണിക്കാഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ എത്ര സിൻസിയറായിട്ട് ചെയ്തിട്ടും ആരും വീഡിയോയും കാണുന്നില്ല, റീച്ചും ആകുന്നില്ല. അപ്പം മനസ്സും അടുത്തിട്ട് ഞാൻ ഓർത്തു ആ വീഡിയോ എടുക്കാൻ തന്നെ പ്ലാനും ഇല്ലായിരുന്നു. പിന്നെ എടുത്തു കഴിഞ്ഞപ്പം ഞാൻ ഓർത്ത് ഒന്ന് കാണിച്ചേക്കാം, വീഡിയോ ഇന്ന് ഇടാനൊന്നും ഇല്ലല്ലോ, ഡൈഡിയ ഇല്ല, ആൾക്കാർ കാണുമായിരിക്കും എന്നോർത്ത് ചുമ്മാ മിക്സിങ്ങിൻ്റെ ഭാവവും കാണിച്ചില്ല. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നു, ഇന്ന സാധനങ്ങളാണ് ഇന്നപോലെ ചെയ്ത് അത്രേ ഞാൻ ചെയ്തുള്ളൂ. അല്ലാതെ ഞാൻ ആ പൗഡറൊക്കെ ഇങ്ങനെ ചൂടാക്കുന്നതും മിക്സ് ചെയ്യുന്നതും കാണിച്ചില്ല, അതെൻ്റെ തെറ്റ്. ഞാൻ ഇനി നിങ്ങളെ ഒന്നുകൂടെ അത് കാണിച്ച് വിശദമായിട്ട് തരേണ്ട കാര്യമുണ്ടോ? എനിക്ക് റിസൾട്ട് കിട്ടി, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തു. കണ്ടമാനം വെളുത്ത് മുഴുവൻ ഇരിക്കുന്ന മുടിക്ക് എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അത്ര വലിയ കുഴപ്പമില്ലാത്ത നരയായതുകൊണ്ടായിരിക്കും ഇഫക്റ്റീവായിട്ട്. എത്ര ദിവസം നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. വീണ്ടും ഇനി ഇത് തന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം തലയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നും വരത്തില്ല. പിന്നെ ഗ്ലിസറിൻ ഉപയോഗിച്ചാൽ തല പോകത്തൊന്നുമില്ല. അവരതിനകത്ത് ഉപയോഗിച്ച ഗ്ലിസറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗ്ലിസറിനായിരുന്നു. പക്ഷെ ഞാൻ ഉപയോഗിച്ചത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ. ഞാനത് കാണിക്കുന്നുണ്ടല്ലോ വീഡിയോയിൽ. പിന്നെ അലോവേര ജെല്ല്, അത് പിന്നെ തലയ്ക്ക് കുഴപ്പമില്ലല്ലോ. പിന്നെ എന്തുവായിരുന്നു പൊടികൾ, നമ്മുടെ ഷമാ നിഹാറിൻ്റെ ഹെന്ന പൗഡറും നെല്ലിക്കാപ്പൊടിയും പിന്നെ നീലയമരിപ്പൊടി, അതൊക്കെ എല്ലാം നല്ലതാണല്ലോ. മൂപ്പിച്ച് നല്ല കറപ്പിച്ചെടുത്ത പൊടി ഇങ്ങനെ ഇരുമ്പ് ചീനച്ചട്ടി മൂപ്പിച്ച് കറപ്പിച്ചെടുത്തിട്ട് അത് മിക്സ് ചെയ്തുകൊണ്ടായിരിക്കണം നല്ല ഇതായെന്ന് തോന്നുന്നു. കരിക്കട്ട പോലെ ഇങ്ങനെ ആക്കി ലോ ഫ്ലെയിമിലിട്ട ആ പൊടി ചീനച്ചട്ടിയിൽ മൂപ്പിച്ചെടുത്തത്. പിന്നെ അല്ലാതെ പിന്നെ ഹൈ ഫ്ലെയിമിൽ കരിഞ്ഞു പോകരുത്. നല്ല പാകത്തിന് ലോ ഫ്ലെയിമിട്ട് ഇളക്കി 3 പൊടിയും കൂടി ഇട്ട് അങ്ങനെ എടുത്ത് കൊണ്ടായിരിക്കണം, എനിക്കറിയത്തില്ല. നല്ല കറുത്ത കളറായി കഴിഞ്ഞപ്പോൾ ഈ അലോവേര ജെല്ലും ഗ്ലിസറിനും കൂടെ ഇട്ട്, വെജിറ്റബിൾ ഗ്ലിസറിൻ ഓൺലൈനിൽ കിട്ടും, അതും കൂടെ മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ചു. അതുകൊണ്ടാണോ എന്നാന്ന് എനിക്കറിയത്തില്ല, എനിക്ക് നന്നായിട്ട് ഇതായി കേട്ടോ. ആ കയ്യിലൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഞാൻ ഇന്നലെ കഴുകി, ഇന്നും കഴുകിയല്ലോ, കുഴപ്പമില്ല. എത്ര ദിവസം നിൽക്കുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഒത്തിരി പേർക്ക് സംശയമുണ്ട് ഞാനത് മിക്സിങ് കാണിക്കാത്തതുകൊണ്ട്. എൻ്റെ മനസ്സും അടുത്തിട്ട് കാണിക്കാൻ ആരും കാണുമല്ലോ, പിന്നെ നമ്മൾ മെനക്കെടുന്ന എന്തിനാണ്. പിന്നെ ഞാൻ ഓർത്ത് ഡൈയുടെ അല്ലേ ഒന്ന് കാണിച്ചു നോക്കാമെന്ന് വെച്ചപ്പോൾ എല്ലാവർക്കും ഡൈയുടെ വീഡിയോ ഇഷ്ടമായതുകൊണ്ടാണ് ഒത്തിരി പേര് കണ്ടു. പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തു. എല്ലാവരും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയാം, എല്ലാം പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരെയും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചങ്ക് പൊട്ടി ഞാനിങ്ങനെ സന്തോഷത്തോടെ ആത്മാർത്ഥമായിട്ട് പറയാം, യേശുവിൻ്റെ നാമത്തിൽ ഇത്രയും പേര് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. 5300 പേര് ഏതാണ്ട് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരെയും യേശുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ എന്നെ വായാടിയെന്നോ പിന്നെ തള്ളയെന്നോ ഒക്കെ വിളിക്കുന്നവരെ കൂടുതലായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ കൾച്ചർ അനുസരിച്ചല്ലേ ഉള്ളൂ പെരുമാറത്തും. എനിക്ക് അതിനകത്തൊന്നും ഒരു പിണക്കവും ഇല്ല. പിന്നെ ഞാൻ ഇങ്ങനെ വിശദമായിട്ട് എല്ലാ കാര്യവും പറഞ്ഞു തരുമ്പോൾ സമയമാവും അല്ലേ, അല്ലാതെ ഞാൻ കിടന്ന് വേറെ ഒന്നും അല്ല പറയും. ഞാൻ ഈ വീഡിയോയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുക അല്ലേ. അപ്പം പിന്നെ നമ്മളെ അതും ഇതുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
എന്തോ പറയാനെ, പറയുന്നവർ പറയട്ടെ അല്ലേ. ആരോടും പിണക്കില്ല, എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. പിന്നെ ലൈവ് എല്ലാ ദിവസവും 8 തൊട്ട് 9:30 വരെയുണ്ട്. അതിനും കയറി സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരെയൊക്കെ അനുഗ്രഹിക്കുന്നു. പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്തു നോക്കൂ. പിന്നെ നിങ്ങൾക്ക് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനുള്ള ഒറിജിനൽ കാര്യമേ പറയത്തുള്ളൂ. പിന്നെ ഇന്നത്തെ ആ വീഡിയോ അത് സൂപ്പറാണ്, കുറച്ച് സമയമുള്ളൂ, അതൊന്ന് ചെയ്തു നോക്ക്. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നു. ഇന്ന് വരെ ഞാനത് ബ്യൂട്ടി പാർലറിൽ പോയോ അങ്ങനെ ഒന്നും ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. എൻ്റെ പിന്നെ ഞാനൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല ഒരു കാര്യങ്ങളും. പക്ഷെങ്കിൽ എനിക്ക് തോന്നി ഈയിടെയൊക്കെ എനിക്ക് ഒത്തിരി സങ്കടം വന്നു, ഒത്തിരി എനിക്ക് ആ ഒരു കാര്യത്തെപ്പറ്റി സങ്കടം വന്നിട്ട് ഞാൻ ഓർത്തു, ഞാൻ എന്തിനും ഇങ്ങനെ മടിച്ചിരിക്കുന്നു, പുറകോട്ട് നിൽക്കുന്നത്, ഒന്ന് ചെയ്തു നോക്കാമെന്ന് വെച്ച് യൂട്യൂബേഴ്സിൻ്റെ ആ വീഡിയോസും കണ്ട് അവരുടെ റിസൾട്ടും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം വന്നിട്ട് ചെയ്തു നോക്കി. അടിപൊളിയാട്ടോ. വീഡിയോ ഇടാൻ ഇന്ന് ഇച്ചിരി താമസിച്ചു, ഐഫോൺ വാങ്ങിക്കാൻ പോയിട്ട് വന്നിട്ട് ഒത്തിരി കാര്യങ്ങളായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ കഴിച്ചിട്ട് പോലും ഇല്ല, ഇനി വേണം എനിക്ക് കഴിക്കാൻ. മണി 11 കഴിഞ്ഞു രാത്രി. അപ്പം എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം. ജോമാസ് വേൾഡിനെ ആരും ഉപേക്ഷിക്കരുത്. അപ്പം ഇനിയും നിങ്ങൾ എല്ലാ ദിവസത്തെയും വീഡിയോ കണ്ട അഭിപ്രായമൊക്കെ പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ചക്കരയുമോ വീഡിയോയിലേക്ക് പോവാം. ഓക്കേ. കൈ കണ്ടോ എൻ്റെ, ഭയങ്കര റഫല്ലേ. എനിക്ക് ഈ വിം ലിക്വിഡ് ഭയങ്കര, പാത്രം കഴുകുന്ന വിം ലിക്വിഡ്, നമ്മളുടെ അലക്കുന്ന സോപ്പ് പൊടിയോ സോപ്പോ അങ്ങനത്തെയൊക്കെ എനിക്ക് ഭയങ്കര പെട്ടെന്ന് എൻ്റെ കൈയുടെ പത്തിയില്ലേ അങ്ങ് ഭയങ്കര റഫാവേ. നമ്മൾ ആ സോപ്പ് പറ്റുന്നത് ഈ ഭാഗത്താണല്ലോ, അപ്പം അവിടെ അങ്ങ് നന്നായിട്ട് ഡ്രൈ ആവും. നമ്മൾ ക്രീമുകളൊക്കെ തേച്ചാൽ വെയിലത്തിറങ്ങുമ്പം കറുത്തും പോകും. അത് കാരണം ഭയങ്കര ഒരു കൈ കണ്ട വല്ലാതെ ഒരു എന്താ പറയുന്നത്, ഒരു നല്ല വൃത്തികേടുണ്ട് കൈ. നമുക്ക് പരാതിയൊന്നുമില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പെടുന്ന കൈയാണ്. പിന്നെ കൈയില്ലാത്ത എത്രയോ പേരുണ്ട്. അത് ഓർക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവുമില്ല, കൈ ഉണ്ടല്ലോ, ആരോഗ്യം കിട്ടിയാൽ മതി അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് വരെയും ചെയ്തിട്ടില്ല, കയ്യിലൊരു കാര്യവും ഞാൻ ചെയ്യത്തില്ല. മുഖത്ത് തേക്കുന്ന വല്ലപ്പോഴും തേക്കുമ്പം എടുത്ത് കയ്യിൽ മിച്ചോണ്ടേ അങ്ങ് തൂക്കും, അത്രയേ ഉള്ളൂ. അപ്പം പലരും ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഓർത്തു, ഞാനിത് ചെയ്യാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഒരു പക്ഷേ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ ആഴ്ചയിൽ ഒരു 1-2 പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കുമല്ലോ അവർക്കൊക്കെ റിസൾട്ട് കിട്ടുന്നത് നന്നായിട്ടിരിക്കും. ഞാനിങ്ങനെ ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ കാണിച്ചത്, പലര് കാണിച്ച പല ടിപ്സ് ഉൾപ്പെടുത്തിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ആദ്യമേ ഇതൊന്ന് നല്ലതായിട്ട് കഴുകിയിട്ട് വന്നിരിക്കുന്ന കേട്ടോ, സോപ്പിട്ട് തന്നെ കഴുകിയിട്ട് വന്നിരിക്കുന്ന. അപ്പോൾ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ കുറച്ച് ഓയിൽ തേക്കാം. ഞാൻ സാധാ നമ്മുടെ വെളിച്ചെണ്ണയാണ്, അതായത് പാരച്ചൂട്ട് കേട്ടോ, സാധാ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കും. നമ്മളിതൊക്കെ ചെയ്യുമ്പം അങ്ങ് ഡ്രൈ ആകാതിരുന്നോളൂ. ഈ കൈയും രണ്ടും അങ്ങ് ചെയ്യുവാണേ. ഇപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എങ്ങനെയാണ്, ഭയങ്കര റഫായിട്ടായിരിക്കും. നോക്കാം, നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ, നോക്കാം അല്ലേ. ഇങ്ങനെ ചെയ്യുമ്പം ഒന്നുകൂടെ ഡ്രൈ ആകണ്ടല്ലോ, അതിന് വേണ്ടിയാണ് ഇച്ചിരി വെളിച്ചെണ്ണ ആദ്യം അങ്ങ് തേച്ചേക്കാം. തേച്ചു അതവിടെ ഇരുന്നോട്ടെ. എപ്പോഴും കൈ മസാജ് ചെയ്യുന്നതല്ല, നമ്മൾ മസാജ് ചെയ്യാനായിട്ട് ഒന്നാമത്തെ മറന്നു പോകും, എപ്പോഴും ഈ ഓടി നടപ്പല്ലേ, ഓർക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യും കേട്ടോ. പിന്നെ ഇനി ചെയ്യുന്നത് കുറച്ച് പഞ്ചസാര, ഇത്രയും വേണ്ട, കുറച്ച് മതി. ഇനി ഇതിൽ കുറച്ച് കാപ്പിപ്പൊടി, ഇനി കുറച്ച് ഗ്ലിസറിൻ. ഞാൻ ഈ വെജിറ്റബിൾ ഗ്ലിസറിനാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. ഗ്ലിസറിൻ ഇതൊരു 3/4 ടേബിൾ സ്പൂൺ ഉണ്ട്. കയ്യെ തേക്കാൻ ആവശ്യത്തിന് മതിയല്ലോ. ഇത് റോസ് വാട്ടർ
അത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് അലോവേര ജെൽ കുറച്ച് മതി, 1/4 ടീസ്പൂൺ. ഇനി കുറച്ച് ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. തേച്ച് കൊടുക്കാം. കാണാമല്ലോ അല്ലേ? ഞാൻ ഒരു ടേബിൾ മാറ്റിയിട്ടിരിക്കുകയല്ലേ അല്ലേ എൻ്റെ പുറത്തെല്ലാം. അപ്പോൾ അതാ ഞാൻ 2 കൈയിലും തേച്ചേ. ഇനി ഞാൻ ഒന്ന് മിച്ചമുണ്ട്, ഇത് കാലില വല്ലതും തേക്കാം. ഇനി ഒന്ന് തുടച്ച് നോക്കാം നമുക്ക്. സൂപ്പറല്ലേ? കണ്ടോ, ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വാക്സ് ചെയ്തോലിരിക്കുന്നത് കണ്ടോ? ഇഷ്ടപ്പെട്ടോ? നല്ല അടിപൊളിയല്ലേ? കണ്ടോ? ഇത് പല പല സ്റ്റെപ്പായിട്ടാണ് ഓരോരുത്തരും ചെയ്തത്. ഞാൻ തന്നെ ചെയ്തു. ഇച്ചിരി മടി കൂടുതലുള്ള ആളല്ലേ, എല്ലാം കൂടെ ഇട്ട് കണ്ടോ, നല്ല സൂപ്പർ. എനിക്കിഷ്ടപ്പെട്ടു. എല്ലാം കൂടെ ഇട്ടങ്ങ് ചെയ്തു. കണ്ടോ? അടിപൊളി. എനിക്കിഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യണം കേട്ടോ. കാലയിലും ഒക്കെ ഇങ്ങനെ ചെയ്താൽ അടിപൊളിയല്ലേ? ഉണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ, എനിക്കിഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ചെയ്യത്തേ ഇല്ല ഇങ്ങനെയൊന്നും, മടിയുടെ കൂടുതൽ. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഇത്. കുഞ്ഞു കൈ നോക്കിയോ കുഞ്ഞു? ആ റഫ്നെസ് എല്ലാം മാറി. ഞാൻ നിങ്ങളെ ഇവിടെ വെച്ച് തന്നെ തുടച്ച് കാണിക്കാൻ വേണ്ടി ഞാൻ ഫോൺ ഓൺ ചെയ്യാൻ പോലും ആരെന്നെ വിളിച്ചായിരുന്നു ചെയ്യിപ്പിച്ച് നേരത്തെ. ഇതുണ്ടോ? നല്ല ഇതല്ലേ? തൊട്ട് നോക്കിയാൽ ഒന്നുകൂടെ നല്ലതല്ലേ? നല്ല രസമുണ്ട്. നീ സോപ്പൊന്നും തേക്കല്ലേ, നീ ചുമ്മാ വെള്ളം ഒഴിച്ച് അങ്ങ് കുളിച്ചാൽ മതി. നല്ല വാക്സ് ചെയ്ത പോലെ ഇരിക്കുന്നത്. സൂപ്പർ, അടിപൊളി. എനിക്കിഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം കേട്ടോ. എന്താ നിങ്ങളുടെ മുമ്പേ വെച്ചല്ലേ ഞാൻ കാണിച്ചേ, കഴിയൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ നാളെ കാണാം കേട്ടോ.